അപ്പോൾ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എന്നത് അമർത്തുക. എന്നാൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നിങ്ങളിലേക്ക് വരും. ഗൈസ് ഞങ്ങള് പുരന്ന് ഇറങ്ങിയിട്ടായിട്ട് നേരെ പോയി എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോയി. എൻ്റെ ഉപ്പ ഉമ്മാനെ അല്ല ഞങ്ങൾ എൻ്റെ തറവാട്ടിലേക്ക് അവിടെ പോയി വെള്ളത്തെടുക്കത്ത്. അങ്ങനെ അവിടെ പോയിട്ട് കുറേ നേരം ഇരുന്നിട്ട് സംസാരിച്ചിട്ട് ഇറങ്ങുമ്പോൾ കുറേ ലേറ്റായി. ഇപ്പൊ ഇരുട്ടായി അല്ല, ഇരുട്ടായിട്ട് എന്റെ തള്ളുണ്ടായി എന്നാണ് നെയിലു പറയുന്നത്. ഞാൻ തള്ളി മറിച്ചെന്നാണ് നെയിലു പറയുന്നത്. നെസ്സി എന്താ പറയുന്നത്? നെസ്സി എന്റെ സീറ്റിന്റെ ഇടയിൽ ഇങ്ങനെ മുഖം വെച്ചിരുന്നിട്ടുള്ളത് അല്ല. പപ്പ തള്ളി നെസ്സി. അങ്ങനെ നെസ്സിക്ക് നെയിലുക്കും അപ്പൊ രാത്രി തിരിച്ചു പോകുമ്പോഴേക്ക് ഒളത്തെടുക്കത്ത് ഞങ്ങളിപ്പോ ഒരു ചറുമ്പുറു എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല, ചറുമ്പുറു എന്ന് വെച്ച് കഴിഞ്ഞാല് പൊരി കൊണ്ടുള്ള അല്ല അറിയൂ അർഫാൻ പറയുന്നല്ല. അറിഞ്ഞ അപ്പൊ ഞാനപ്പൊ അതിനെ പറ്റിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല ചറുമ്പുറു. അപ്പൊ കാസർഗോഡ് ടൗണിൽ നമ്മളെ ട്രാഫിക് ജംഗ്ഷനിൽ തായലങ്ങാടിയിലുള്ള ചറുമ്പുറു, പഴയ ചറുമ്പുറുവിന്റെ ആ പള്ളീന്റെ അടുത്തുള്ള ഒരാളാണ്. അയാൾ തന്നെ ചറുമ്പുറുവിന്റെ ഷോപ്പ് തോന്നല്ല വളയത്തെടുക്കത്ത്. അപ്പൊ അവിടെ നിന്നാണ് ഞങ്ങള് അതിന് ഓർഡർ അർഫാന ചെയ്തിട്ടുണ്ട് 4 ചറുമ്പുറു. അപ്പൊ ചറുമ്പുറു വന്നിട്ടില്ല. അപ്പൊ വന്നു കഴിഞ്ഞാല് ഞങ്ങൾ ചറുമ്പുറു കഴിക്കും, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ചറുമ്പുറു അപ്പൊ നമ്മ ഇപ്പൊ പള്ളൻ ചറുമ്പുറു അല്ല വളയത്തെടുക്കത്താണ് ഉള്ളത്. എന്താണല്ലോ എന്താണെന്ന് നെയില് ഫുൾ വൈബിലുള്ള നെസ്സി എങ്ങനെ വൈബിലുള്ളത്? നെയിലുക്ക് അവിൽ മിൽക്ക് ഹിന്റെ അടുക്ക് ടോപ്പ് വിറ്റടാ. ക്യാമറ എടുക്കാൻ പറ്റിയില്ല. സംഭവം എന്താ അറിയോ, ഓർഡർ ആക്കുന്ന അടുത്ത് ഒരുപാട് ഐറ്റം എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അർഫാനെ വിളിക്കാം എന്തെന്ന് മനസ്സിലാക്കിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അർഫാനാനെ വിളിച്ചു. ഐസ്ക്രീം ഇട്ടിട്ട് 3 അവിൽ മിൽക്കും നെജി പറഞ്ഞു ലെമൺ സോഡ ഓക്കെ. അപ്പൊ ചോദിച്ചു അവിൽ മിൽക്ക് സ്പെഷ്യൽ വേണോന്ന് വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു സ്പെഷ്യൽ. അപ്പൊ നെജി പോയിച്ച് സ്പെഷ്യൽ എന്തായിട്ട് ഐസ്ക്രീം ഇട്ടിട്ട്. അപ്പൊ നെജി പറഞ്ഞു ചെറുമുറിലേക്ക് ഐസ്ക്രീം. അപ്പൊ ആരെങ്കിലും ചെറുമുറുക്ക് ഐസ്ക്രീം. ഞാൻ വിചാരിച്ചു ഓനിപ്പ പുതിയ സ്പെഷ്യൽ ആയിട്ട് ചെറുമ്പുറൂല് എന്താ ഐസ്ക്രീം എല്ലാം ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഐസ്ക്രീം ഇട്ട ചെറുമ്പുറു വേണ്ടാന്ന് പറഞ്ഞു. നെസീം വിചാരിച്ചു ഐസ്ക്രീം ഇട്ട ചെറുമ്പുറു വേണ്ട. നെസീം പറഞ്ഞു ചെറുമ്പുറൂല് ഐസ്ക്രീം ഇട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ആക്ച്വലി ഓൻ പറഞ്ഞത് ഇതാണ്, മറ്റേ എന്ത് അവിൽ മിൽക്കില് ഐസ്ക്രീം ഇടുന്നുണ്ട്. പക്ഷെ ഓൻ പറഞ്ഞ രീതിയും ഞാൻ കേട്ട രീതിയും ചെറിയ കേട്ട രീതി ഞാൻ വിചാരിച്ചു ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയതായിരിക്കും ചെറുമ്പുറു ഐസ്ക്രീം ചെറുമ്പുറു. ഇതാണ് നമ്മളെ വളയത്തെടുക്കത്തുള്ളത് അല്ല, പള്ളൻ ചെറുമ്പുറു. അപ്പൊ ചെറുമ്പുറു വന്നിട്ടായിട്ട് ഞങ്ങൾ പറയാം എങ്ങനെ ഉണ്ട് എടുത്ത ചെറുമ്പുറു അല്ല. വെയിറ്റ് ആക്കുന്നല്ലോ. ഓൻ പറഞ്ഞു കുറച്ചു നേരം ഇരിക്കുന്നു പറഞ്ഞു, വണ്ടിയിൽ ഇരിക്കുന്നു പറഞ്ഞു. മുമ്പ് വന്ന ആൾക്കാരെല്ലാം ഉണ്ട് കുറെ. അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. സാധനം വരട്ടെ. റിസ്ക് ഇല്ല അല്ല, ഞാൻ വരണ അങ്ങോട്ട്. ഐസ്ക്രീം ഇട്ട ചെറുമ്പുറു അല്ല. അങ്ങനെ ചെറുമ്പുറു വന്നിട്ടുണ്ട് ഗൈസാറിനാ. അടിപൊളി ചെറുമ്പുറു. നിങ്ങൾക്ക് രണ്ടാക്കും ഒന്ന് മതിയില്ലേ ചെറുമ്പുറു കാണിക്കുന്നതാ? എങ്ങനെയുണ്ട് നെസ്സി ചെറുമ്പുറു? എങ്ങനെ അടിപൊളിയാ? സ്പെഷ്യൽ ഐസ്ക്രീം ഇട്ട അവിൽ മിൽക്ക് വന്ന് ഞങ്ങൾ അങ്ങനെ അവിൽ മിൽക്ക് അല്ല, നോക്കട്ടെ അവിൽ മിൽക്ക് കാണിച്ചു. ഇതാണ് സ്പെഷ്യൽ അവിൽ മിൽക്ക് എന്ന് പറയുന്നത്. ഇത് ഐസ്ക്രീം ഇട്ട അവിൽ മിൽക്കാണ് അല്ല. ഐസ്ക്രീം ഇട്ട അവിൽ മിൽക്ക് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം അല്ല. എങ്ങനെ ടേസ്റ്റ് നോക്കി അർഫാന ടേസ്റ്റ് നോക്കിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാ അർഫാന. രുചി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ? കോൺഫ്ലെക്സ് ഐസ്ക്രീം നല്ലുണ്ട് എന്നാണ് അർഫാനന്റെ അഭിപ്രായം. നല്ലുണ്ടെന്നാണ്. അർഫാൻ ഇങ്ങനെ അടിച്ചു മിന്നിക്കുന്ന നല്ലതാണ്. നീ ആടെ ഇപ്പൊ അതിന്റെ സൈഡ് വെക്ക് പറഞ്ഞ. എന്നിട്ട് ആ ചറുമ്പൂർ എടുത്ത് തന്നെ നോട്ട് ഞാൻ കഴിക്കട്ടെ. നെസിനയിലോ എങ്ങനെയുണ്ട്? എന്ത് സാധനം കുടിക്കുന്നുള്ളത്? എങ്ങനെയുണ്ട്? ആസ്വദിച്ചു കുടിക്കുന്നുള്ളതാ? ഐസ്ക്രീം ഇട്ടിട്ടുണ്ടാ?
ഐസ്ക്രീം ഇട്ടതാ? ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റ് ഉണ്ടാ? ഫുള്ള് കോമഡിയാണ് നെയ്ല്. അപ്പൊ അടിച്ച് മിന്നിക്ക് കേട്ടാ. മറ്റേ ഇത് വേണം, ഇതൊന്ന് കുടിച്ചു നോക്കിയ അർഫാന. ഇതിന്റെ കൂടെ മറ്റേ ഇതും കൊണ്ടുവന്നിട്ടുണ്ട്, ഏത്? ലെമൺ സോഡ. പറഞ്ഞാ എങ്ങനെയുണ്ട് ലെമൺ സോഡ? നെയ്യിലും ലെമൺ സോഡ അടിക്കുന്നതാണ്. നെസ്സിയും ടേസ്റ്റ് നോക്കുന്നതാണ്. എല്ലാം കൂടി ഓർ അടിക്കുന്നത്. ലെമൺ സോഡ കയ്യില്, മറ്റേ അവിൽ മിൽക്ക്, അർഫാനന്റെ കയ്യില് മറ്റേ ചറുമ്പോറും. മൊത്തമായിട്ട് അടിച്ച് മിന്നിക്കുന്നുള്ളത് അല്ല. ഞാൻ ഇതിന്റെ ടേസ്റ്റ് നോക്കിട്ടേ ഇല്ല ഇപ്പൊ ഇതുവരെ. ആ സ്വർഗം കണ്ടാ. സോഡ സർവത്ത് അടിപൊളി സർവത്താണ്. അത്ര ടേസ്റ്റ് ആണ്. ഞാൻ ഇനി അതിന്റെ കൂടെ ചറുമ്പുറും കൂടി ഒന്ന് ടേസ്റ്റ്. ചറുമുറു അല്ല, ചറുമുറുവാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേറെ തന്നെ ഒരു ഫീലാട്ടാ, വേറെ തന്നെ ഫീല്. എന്തോ ഒരു ടേസ്റ്റ്, മാഷാ അല്ലാഹ്, അടിപൊളിയാണ്. ഓരോ ചറുമുറുവിന് അല്ലെങ്കിൽ തന്നെ അല്ല 100ൽ 100 മാർക്ക് കൊടുക്കാമല്ലോ അല്ല. ആ സൂപ്പർ. നീ ഒന്ന് നല്ലത്. അർഫാന ചറുമ്പുറും അടിച്ച് മിന്നിക്കുന്നല്ല. അർഫാന എങ്ങനെയുണ്ട് അർഫാന? ഉറക്ക പറ, കേൾക്കുന്നില്ലല്ലോ. നിന്റെ സൂപ്പർ എന്ന് പറയുന്നത് നിങ്ങക്ക് സൗണ്ട് ഇല്ലാത്ത പോലെ ഉണ്ട്. ഇവള് എല്ലാം അടിച്ച് നമ്മളേന്ന് മാറ്റി എന്നുള്ളത്. ഞാൻ അങ്ങനെ ക്യാമറ ഓഫ് ആക്കുന്നില്ല, ഞങ്ങൾക്ക് ഈ സാധനം കിട്ടാലോ. നെസ്സിനയിലും നിശബ്ദമായിട്ട് അവിടെ ഇരുന്നിട്ട് ആസ്വദിച്ച് ഓടിക്കുന്നുള്ള. എന്താ നെസ്സിനയിലും പറയാനുള്ളത്? ചറുമ്പുറ അടിച്ചു കഴിഞ്ഞു. ചറുമ്പുറ അടിപൊളി മിന്നിച്ച് അല്ല അർഫാന? നെയ്ലോ എങ്ങനെയുണ്ടായിരുന്നു? അടിച്ച് മിന്നിച്ച്. ലെമൺ സോഡ വീണ്ടും വാങ്ങിച്ച്. എങ്ങനെയുണ്ട് ലെമൺ സോഡ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. മൊത്തത്തില് നല്ല ചറുമ്പുറും അല്ല. ഇനിയിപ്പോ രാത്രി പോയിട്ട് തിന്നാൻ പറ്റല്ല. എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഇതന്നെ വയറ് നിറഞ്ഞു. പിന്നെ ഇവിടുത്തെ സൂപ്പ് സ്പെഷ്യൽ തോന്നുന്നു എല്ലാരും കുടിക്കും. നമുക്ക് ഇപ്പൊ സൂപ്പല്ല ഈ സാധനം ഇല്ല, മറ്റേ ഇപ്പൊ നമ്മ കുടിച്ച അവിൽ മിൽക്ക്. അത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അതില് ഐസ്ക്രീം എല്ലാം ഇട്ടിട്ട് കുറച്ച് വെറൈറ്റി. നെയ്ലോ ഞാൻ പറഞ്ഞില്ല, ഇവിടെ മട്ടൺ സൂപ്പ് ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ട് കഴിക്കണം. ചറുമ്പുറു എല്ലാം മിന്നിച്ച്. നെയ്ലുന്റെ ഡയലോഗ് ചറുമ്പുറു കറുങ്കുറുവാന്ന് പറഞ്ഞാ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് കോൺഫ്ലെക്സിന് എന്തെന്ന് നെയ്ല് പറഞ്ഞ? അതിപ്പോ വീണ്ടും ആ കോമഡി വരെയല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എടുത്ത് വിടാം അല്ല. സർഫാനയുടെ പോയിട്ടുണ്ട് ആശ്രയ മെഡിക്കൽ. ഉപ്പാക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിട്ട് ആശ്രയ മെഡിക്കലിൽ പോയിട്ടുള്ള അല്ല. ഏത് മെഡിക്കല്? ആശ്രയ മെഡിക്കൽ. ആശ്രയ മെഡിക്കലിന്റെ പ്രത്യേകത എന്താണ്? എന്തോ പൈസ കുറവല്ല, ഓഫർ അല്ല, പൈസ കുറവ്. 65% എല്ലാം മരുന്നില്. അതെന്തോ ഗവൺമെന്റിന്റെ അല്ല ആശ്രയ മെഡിക്കല്. അങ്ങനെ അർഫാന മരുന്ന് വാങ്ങിച്ചിട്ട് വന്നല്ല. എന്താ അർഫാന മരുന്ന് വാങ്ങിച്ചാ? അപ്പൊ ഞാനില്ലേ ഇതൊരു ടാബ്ലറ്റ് അഫ്രൂദാന്നുള്ള. അതിന് സ്ട്രിപ്പില് റേറ്റ് അതിനില്ലേ സ്ട്രിപ്പില് 335 രൂപ ഉണ്ട്. ആ ടാബ്ലറ്റ് ഞാൻ എടുത്ത് പിന്നെ അത് നെയിലിന് മരുന്ന് വാങ്ങിയല്ല. അങ്ങനെ വിളിച്ചു ചോദിച്ചിട്ട് അമ്മക്കൂർ പറഞ്ഞ് 251 രൂപ എന്ന് പറഞ്ഞു ഒരു സ്ട്രിപ്പ്. അപ്പൊ ഞാൻ 1 മന്ത് കഴിക്കാനുള്ള 3 സ്ട്രിപ്പ് എടുത്തപ്പോ വീണ്ടും 20 രൂപ കുറച്ച് 730 തന്നു. പുറത്താണെങ്കിൽ എത്ര? പുറത്താണെങ്കിൽ 335 1000 റുപ്യന്റെ എടുക്കായി. 1000 റുപ്യന്റെ മരുന്ന് നിങ്ങൾക്ക് 732 കിട്ടി. 732. അപ്പൊ നിങ്ങൾക്ക് എത്ര ലാഭം? 350 ഉറപ്പോളം ലാഭം. 350 ഉറപ്പ് ലാഭം. അപ്പൊ നിങ്ങൾ ഇത് ഗവൺമെന്റിന്റെ ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 13% മുതൽ. അപ്പൊ ഇത് എവിടെന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ വിട് കല്ലുമില്ലേ എത്ര ശതമാനം ആൾക്കാർ വന്നിട്ട് അവർക്ക് വേണമെന്നെ വാങ്ങിക്കും. അപ്പൊ ഇത് എവിടെന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് താഴോട്ട് വരുമ്പോ പിന്നെ നമ്മളെ ഏത് സബാഷ് ഫുഡ് വെയർ, മലബാർ ഡ്രസ് എന്നെല്ലാം പറഞ്ഞിട്ട് കടവത്ത് ഡ്രസ്സിന്റെ ഷോപ്പ് എല്ലാം ഉണ്ട്. കടവത്ത് ഡ്രസ്സിന്റെ ഷോപ്പ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ആശ്വാസ് മെഡിക്കൽ. ഞാൻ അതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ
മരുന്നിന് വില കുറവിന് മരുന്ന് വേണമെന്നുണ്ടെങ്കിൽ കൊറേ ഇപ്പൊ മരുന്നെല്ലാം കഴിക്കുന്ന കുറെ ആളെല്ലാം മരുന്ന് കഴിക്കുന്ന ആള് ഓർക്കെല്ലാം നല്ലതാണ് കുറവിന് കിട്ടുമ്പോ. ഇതിപ്പോ ആശ്വാസമല്ല. പിന്നെ ആശ്വാസം. ആശ്വാസം തന്നെ, ആശ്വാസ് മെഡിക്കൽ അപ്പൊ ആശ്രയം. കമ്മ്യൂണിറ്റി ഫാർമസി. ഞാൻ അതിന്റെ ഇതിട്ട് തരാം നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും മരുന്ന് വാങ്ങിക്കുമ്പോ, ചെറിയൊരു ലാഭം കിട്ടും. 350 രൂപ ലാഭം കിട്ടി. ഇപ്പൊ അർഫാന മരുന്ന് വാങ്ങിക്കുമ്പോ 350 രൂപ ലാഭം കിട്ടി. അല്ല, പുറത്തുനിന്ന് മേടിക്കുന്നതിന് പുറത്തുനിന്ന് വേറെ മെഡിക്കലിൽ നിന്ന് വാങ്ങിക്കുന്നതിനാട്ടി 350 രൂപ കുറവാണ് അതേ മരുന്ന്. അപ്പൊ ഞാൻ അതിന്റെ മെഡിക്കലിന്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ആശ്വാസ് മെഡിക്കൽ, ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി. അപ്പം മരുന്നിന് അധികം മരുന്നായിരിക്കെങ്കിലും വാങ്ങിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ ചെറിയൊരു ലാഭം ഉണ്ടാവും. ഇവിടെ വന്നിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക. എല്ലാ മരുന്നും ഉണ്ടല്ലോ മംഗലാപുരത്തെ. എല്ലാം മംഗലാപുരത്ത് നിന്ന് നമുക്ക് ഇവിടെ കിട്ടാത്ത മരുന്നുകളൊക്കെ, മംഗലാപുരം കിട്ടുന്ന മരുന്നുകളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഗൈസ്, ഞങ്ങളെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മ മരുന്ന് വാങ്ങിച്ച് ഇപ്പം ചെറിയൊരു ഭക്ഷണ പരിപാടിയും കഴിഞ്ഞ്, വിശക്കൊന്നുമില്ല ഇനി പോയിട്ടൊന്ന് കഴിക്കാൻ. അപ്പോൾ ഞങ്ങളെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.